ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റോപെത്തോളജി എന്നുള്ള ടോപ്പിക്കാണ്. അപ്പം എന്താണ് ഹിസ്റ്റോപെത്തോളജി എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഹിസ്റ്റോപെത്തോളജി എന്നറിയണ്ടേ? വാട്ട് ഈസ് ഹിസ്റ്റോപെത്തോളജി? ഹിസ്റ്റോളജി എന്ന് കേട്ടിട്ടുണ്ടോ? ഹിസ്റ്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മൈക്രോസ്കോപ്പിക് അനാട്ടമി ഓഫ് നോർമൽ ടിഷ്യൂസ്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനാണ് നമ്മൾ ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. പെത്തോളജി എന്താണെന്ന് അറിയാം. പെത്തോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസീസ് ആണ്. അപ്പൊ പെത്തോളജി എന്ന് പറയുമ്പോൾ ഡിസീസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് പെത്തോളജി എന്ന് പറയുന്നത്. ഹിസ്റ്റോ പെത്തോളജി മീൻസ് എന്താണ്? ഹിസ്റ്റോ മീൻസ് ടിഷ്യൂ ആൻഡ് പെത്തോളജി. അപ്പം ഡിസീസ്ഡ് കണ്ടീഷനിലുള്ള ടിഷ്യൂസിന്റെ സ്ട്രക്ചർ. അപ്പൊ ഒരു ഡിസീസ് എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിഷ്യൂവില് എന്തെല്ലാം മാറ്റങ്ങൾ, ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് ഹിസ്റ്റോ പെത്തോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മള് ആസ് എ ലാബ് ടെക്നീഷ്യൻ, നമ്മുടെ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹിസ്റ്റോ ടെക്നോളജി എന്നുള്ള ഒരു ഫീൽഡിലാണ്. അപ്പൊ ഹിസ്റ്റോ ടെക്നോളജി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? നമ്മൾക്കറിയാം ഹിസ്റ്റോപെത്തോളജി സ്റ്റഡി ഓഫ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ടിഷ്യൂസ് നമ്മൾക്ക് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ത്രൂ ഒരു സർജിക്കൽ പ്രൊസീജിയർ വഴി നമ്മുടെ പീസ് ഓഫ് ടിഷ്യൂവിനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഈ റിമൂവ് ചെയ്യുന്ന ടിഷ്യൂസിനെ നമുക്ക് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആണ്. അപ്പൊ നമുക്ക് ടിഷ്യൂ ലഭിച്ചു, അതിനെ ജസ്റ്റ് ഒന്ന് മൈക്രോസ്കോപ്പിക്കലി എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കണം. ആ ഒരു പ്രിപ്പറേഷനിൽ കുറെ അധികം പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ പ്രൊസീജിയേഴ്സിനെ എല്ലാം കൂടി ചേർത്തിട്ട് അപ്പൊ ആ സ്റ്റെപ്സ്, എന്തൊക്കെ സ്റ്റെപ്സ് ആണോ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹിസ്റ്റോ ടെക്നോളജി. അതായത് പ്രോസസിംഗ് ഓഫ് ടിഷ്യൂസ് ഇൻ such a manner so as to enable microscopy or study of tissue. നമ്മൾ സ്റ്റഡി ഓഫ് ടിഷ്യൂസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്സിനെയാണ് ഹിസ്റ്റോ ടെക്നോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ആ ഒരു ടിഷ്യൂ പ്രോസസ്സിംഗിൽ അല്ലെങ്കിൽ ഹിസ്റ്റോ ടെക്നോളജിയിൽ ഓവറോൾ ആയിട്ട് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഷോർട്ട് അല്ലെങ്കിൽ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. ഫസ്റ്റ് നമ്മൾ പ്രോസസ്സിംഗിൽ പറയുമ്പോഴത്തേക്ക് സോഫ്റ്റ് ടിഷ്യൂസും ഉണ്ടാകാം, ഹാർഡ് ടിഷ്യൂസും ഉണ്ടാകാം. അപ്പൊ ഈ സോഫ്റ്റ് ടിഷ്യൂ നമ്മൾ മോസ്റ്റ് കോമൺലി ഡീൽ ചെയ്യുന്നത് സോഫ്റ്റ് ടിഷ്യൂസ് ആണ്. അതിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഫിക്സേഷൻ വരുന്നുണ്ട്. ഫിക്സേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമലി നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു ടിഷ്യൂവിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താകും? അതിന് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല, ബ്ലഡ് സപ്ലൈ ഒന്നും തന്നെ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. സോ അതെന്ത് ചെയ്യാൻ തുടങ്ങും? ഡീകേ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ ഡീകേ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൽസിനെ അല്ലെങ്കിൽ ആ ടിഷ്യൂസിനെ മൈക്രോസ്കോപ്പിക്കലി സ്റ്റഡി ചെയ്യുമ്പോൾ എന്താണ് ഡിസീസ്ഡ് കണ്ടീഷൻ എന്നൊന്നും ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ ആ ടിഷ്യൂവിനെ നമ്മുടെ ബോഡിയിൽ എങ്ങനെയായിരുന്നോ ഇരുന്നത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. സോ നമ്മുടെ ബോഡിയിൽ ലൈഫ് ലൈക്ക് മാനറിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന രീതിയിൽ പ്രിസർവ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെയാണ് ഫിക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫിക്സേഷൻ കഴിഞ്ഞിട്ട് ഹാർഡ് ആയിട്ടുള്ള ടിഷ്യൂ, ഫോർ എക്സാമ്പിൾ ബോൺ അല്ലെങ്കിൽ ടീത്ത് അല്ലെങ്കിൽ കാൽസിഫൈഡ് ആയിട്ടുള്ള ടിഷ്യൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹാർഡ് ആയിരിക്കും. അപ്പൊ കാൽസ്യം ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസ് നമ്മൾ പ്രോസസ്സിങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിൽ നിന്ന് കാൽഷ്യത്തെ റിമൂവ് ചെയ്യണം. കാര്യം നമ്മളിപ്പോ വലിയ പീസ് ഓഫ് ടിഷ്യൂസ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ സ്മോൾ സ്ലൈസസ് ആക്കി കട്ട് ചെയ്തിട്ടാണ് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ആ ഒരു സെക്ഷൻ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ കാൽഷ്യം ഉള്ള ടിഷ്യൂസിനെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ കാൽഷ്യത്തെ റിമൂവ് ചെയ്യണം. സോ ഹാർഡ് ടിഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡീകാൽസിഫിക്കേഷൻ എന്നുള്ളൊരു അഡീഷണൽ പ്രോസസ്സും കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഹാർഡ് ടിഷ്യൂസിനെ സംബന്ധിച്ചിട്ട് ഒരു അഡീഷണൽ പോയിന്റ് വന്നത് എന്താണ്? ഡീകാൽസിഫിക്കേഷൻ. സോഫ്റ്റ് ടിഷ്യൂ ആയാലും ഹാർഡ് ടിഷ്യൂ ആയാലും ഇപ്പം നമ്മൾ ഈ രണ്ട് പ്രോസസ്സ്, സോഫ്റ്റ് ടിഷ്യൂസിനെ സംബന്ധിച്ച് ഫിക്സേഷൻ കഴിഞ്ഞു വരുന്നു, അതുപോലെ ഹാർഡ് ടിഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഡീകാൽസിഫിക്കേഷനും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡീഹൈഡ്രേഷൻ നടത്തുന്നു. അതായത് ടിഷ്യൂ പ്രോസസ്സിംഗിൽ നമ്മൾ ഓട്ടോമേറ്റഡ് ടിഷ്യൂ പ്രോസസർ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ് ആൻഡ് എംബഡിംഗ്, ഈ 3 സ്റ്റെപ്സ് ആണ് ഓട്ടോമേറ്റഡ് ടിഷ്യൂ പ്രോസസർ അല്ലെങ്കിൽ ഹിസ്റ്റോകൈനറ്റിനകത്ത് നടക്കുന്നത്. അപ്പം എന്താണ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ആ ടിഷ്യൂ പ്രോസസ്സിംഗിൽ വരുന്ന 3 സ്റ്റെപ്സിൽ ഫസ്റ്റ് വൺ ഡീഹൈഡ്രേഷൻ.
ആ വേർഡ് മീനിങ് തന്നെ ഉണ്ട് ഡീഹൈഡ്രേഷൻ, റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂസിനൊക്കെ വാട്ടർ കണ്ടന്റ് ഉണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിക്സേഷൻ എന്ന് പറഞ്ഞില്ലേ, അപ്പം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷനെയാണ് ഫിക്സേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ റുട്ടീൻ ആയിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്ത് വരുന്ന യൂസ് ചെയ്ത ഒരു ഫിക്സേറ്റീവ് ആണ് 10% ഫോർമാലിൻ. ഫോർമാലിൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, PSC എക്സാം എഴുതുന്നവരിലേക്ക് 10% ഫോർമാലിൻ എന്ന് തന്നെ ആ ഒരു കോൺസെൻട്രേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സോ 10% ഫോർമാലിൻ ആണ് നമ്മൾ റുട്ടീൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 10% എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 10% ഫോർമാലിനകത്ത് 10 പാർട്ട് ഫോർമാലിനും 90 പാർട്ട് വാട്ടറുമാണ്. ഓൾറെഡി നമ്മുടെ ടിഷ്യൂസിനകത്ത് വാട്ടർ ഉണ്ട്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആക്വസ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ ഫിക്സേഷന് വേണ്ടിയിട്ട് അതിനകത്ത് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ടിഷ്യൂസിനകത്ത് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ആ വാട്ടർ മോളിക്യൂൾസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ടിഷ്യൂ പ്രോസസ്സ് ചെയ്യുന്നത് ഒരു വാക്സിനകത്ത് എംബഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫൈനലി വരുന്നത്. അപ്പൊ ഈ വാക്സുമായിട്ട് വാട്ടർ ഇൻമിസിബിൾ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വാട്ടർ മോളിക്യൂളിനെ ടിഷ്യൂസിൽ നിന്നും മാറ്റിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. പ്രോസസ്സിങ്ങിനകത്ത് രണ്ടാമത് വരുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലിയറിംഗ് ആണ്. നമ്മൾ ഈ ഒരു ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ ആണ്. അപ്പം ആൽക്കഹോളിൽ തന്നെ ഡയറക്റ്റ് ആൽക്കഹോളിനകത്ത്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൽക്കഹോളിനകത്ത് ടിഷ്യൂസിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ടിഷ്യൂസിന് ഷ്രിങ്കേജ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ കൂട്ടി കൊണ്ടുവന്നിട്ടാണ് അതിനെ ഡീഹൈഡ്രേഷൻ ചെയ്യുന്നത്. അതായത് അസെൻഡിങ് ഗ്രേഡ്സ് ഓഫ് ആൽക്കഹോൾ ഒരു 70% യൂസ് ചെയ്യുന്നു, ദെൻ 80%, 90% ആൽക്കഹോൾ, അങ്ങനെ കോൺസെൻട്രേഷൻ കൂടി വരുന്ന ആൽക്കഹോളിനകത്താണ് പ്ലേസ് ചെയ്യുന്നത്. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആൽക്കഹോളിനകത്ത് പ്ലേസ് ചെയ്യാറില്ല. അപ്പം ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ? ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്ലിയറിംഗ്. ഇപ്പൊ ക്ലിയറിംഗിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം ഈ ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്തല്ലോ, ഈ ആൽക്കഹോളിനെ നമുക്ക് റിമൂവ് ചെയ്യണം. ക്ലിയറിംഗ് കഴിഞ്ഞ് വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എംബഡിംഗ് ആണ്. എംബഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വാക്സ് ആണ്, മോൾട്ടൺ വാക്സ് ആണ്, പാരഫിൻ വാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ വാക്സുമായിട്ടും നമ്മള് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്ത് ആൽക്കഹോളുമായിട്ടും മിസിബിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ വേണം നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ? ക്ലിയറിംഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. സോ നമ്മൾ യൂസ് ചെയ്യുന്ന റുട്ടീൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലിയറിംഗ് ഏജന്റ് എന്ന് പറയുന്നത് സൈലിൻ. ഇതെല്ലാം ഓരോ സ്റ്റെപ്പുകളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഓവറോൾ ആയിട്ട് വരുന്ന ആ സ്റ്റെപ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഓരോ സ്റ്റെപ്സും, ഫിക്സേഷൻ ആയാലും ഡീഹൈഡ്രേഷൻ ആയാലും എല്ലാം റുട്ടീൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏജന്റ് ഏതാണ്, സ്പെഷ്യൽ പർപ്പസിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, എത്ര കോൺസെൻട്രേഷനിൽ, എത്ര ടൈം, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നു. അപ്പൊ ക്ലിയറിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ദി എംബഡിംഗ്. എംബഡിംഗ് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് മോൾട്ടൺ ആയിട്ടുള്ള പാരഫിൻ വാക്സ് ആണ്. ഉരുകിയ പാരഫിൻ വാക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോൾട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ആ വാക്സ് അങ്ങ് മെൽറ്റ് ആകും. അപ്പം ആ മെൽറ്റ് ആയിട്ടിരിക്കുന്ന, ലിക്വിഡ് ആയിട്ടിരിക്കുന്ന ആ വാക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നോർമലി ടിഷ്യൂസിനകത്ത് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരുന്നല്ലോ, അതിനെല്ലാം നമ്മൾ റിമൂവ് ചെയ്തില്ലേ. അപ്പൊ ഇന്റർ സെല്ലുലാർ സ്പേസിൽ, ആ സെൽസിന്റെ ഒക്കെ ഇടയിലുള്ള സ്പേസസിൽ നിന്നും വാട്ടർ മോളിക്യൂൾസ് പോയിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം നമുക്ക് എന്ത് വേണം? ഒന്ന് റിജിഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാക്സിനെ അതിനകത്തേക്ക് എൻട്രോ ചെയ്യിക്കണം. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് ഇംപ്രഗ്നേഷൻ അല്ലെങ്കിൽ ഇംപ്രഗ്നേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിനെ ഒരു ബ്ലോക്ക് ആക്കി മാറ്റുന്നു. അതിനെ നമ്മൾ എംബഡിങ് എന്ന് പറയുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഓരോ മോൾഡ് അവൈലബിൾ ആണ്. നേരത്തെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂക്കാർഡ് സെൽ ബ്ലോക്ക് ആണ്. ഇപ്പൊ നമ്മൾ ഒരു ടിഷ്യൂസിനെയൊക്കെ ബ്ലോക്ക് ആക്കി മാറ്റി, ടിഷ്യൂവിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ട് ബ്ലോക്ക് ആക്കി മാറ്റി, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈക്രോടോമില് സെക്ഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് വളരെ തിൻ സ്ലൈസസ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് സ്റ്റെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് വരുന്നത്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? തിൻ സെക്ഷൻസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? മൈക്രോടോം എന്ന് പറയുന്നത്. ഒന്നുകൂടി ഒന്ന് പറയാം. ടിഷ്യൂ പ്രോസസ്സിംഗ് വരുന്നു. അപ്പൊ നമ്മൾ ആദ്യമേ വരുന്ന ടിഷ്യൂസ് പല സൈസിലുള്ള ടിഷ്യൂസ് ആയിരിക്കും. സ്മോൾ ബയോപ്സീസ് ആയിരിക്കാം,
അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് ആകാം, അല്ലെങ്കിൽ ഒരു ഓർഗൻ റിമൂവൽ, അതായത് യൂട്രസ് അല്ലെങ്കിൽ സ്പ്ലീനക്ടമി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓർഗൻ ആയിട്ടൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരിക്കലും നമ്മൾ ആ ഹോൾ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ഹോൾ ഓർഗനെ അല്ലെങ്കിൽ ഹോൾ ആയിട്ടുള്ള ബയോപ്സിയെ ഒരിക്കലും നമ്മൾ പ്രോസസ് ചെയ്യത്തില്ല. അത് പെത്തോളജിസ്റ്റ് വന്ന് അനലൈസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ അതിനെ ഗ്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രോസിങ് നടക്കുമ്പോഴത്തേക്ക് അതിന്റെ അപ്പിയറൻസ് എല്ലാം നമ്മൾ നോക്കും. അപ്പൊ എന്തെങ്കിലും ഒരു പത്തോളജിക്കൽ ആയിട്ട് അതിനകത്ത് ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ എടുത്തിട്ട് ബാക്കി പ്രോസസ്സിങ്ങിലേക്ക് മാറ്റുന്നത്. അപ്പൊ പത്തോളജിസ്റ്റ് ആണ് പറയുന്നത് ഇന്ന പാർട്ട് എടുക്കണം, അല്ലെങ്കിൽ അതിനകത്ത് ഇത്രയൊക്കെ ചേഞ്ചസ് ഉണ്ട്, സോ ആ പാർട്ടാണ് നമ്മൾ ബിറ്റാക്കി മാറ്റുന്നത്. അപ്പൊ ആ ബിറ്റിനെ മാത്രമാണ് നമ്മളെടുത്ത് ഈ പറഞ്ഞ പ്രോസസ്സുകളെല്ലാം തന്നെ ചെയ്യുന്നത്. ഒരിക്കലും ഹോൾ ഓർഗൻ അതുപോലെ എടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്യാറായിട്ടില്ല. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് ടു ദി സ്പെസിമെൻ? നമ്മൾ തിയേറ്ററിൽ സർജിക്കൽ റിമൂവൽ ആണ് ടിഷ്യൂസ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടിഷ്യൂ നമ്മുടെ കയ്യിൽ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാമാണ് ആ സാമ്പിളില് സംഭവിക്കുന്നത്? നമ്മൾ ലാബിലേക്ക് സ്പെസിമെൻ റിസീവ് ചെയ്ത് വരുന്നത് 10% ഫോർമലിൻ ആണ്. 10% ഫോർമലിൻ എന്തായിരുന്നു? ഫിക്സേറ്റീവ് ആണ്, റുട്ടീൻലി എംപ്ലോയ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ആണ്. അപ്പൊ നമ്മള് ഫിക്സേഷൻ, അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ആ ടിഷ്യൂസിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പൊ ആ ചേഞ്ചസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 10% ഫോർമലിനകത്താണ് സാമ്പിൾസ് ലാബിലേക്ക് റിസീവ് ചെയ്യുന്നത്. ദെൻ അതിനെ ഗ്രോസിങ് ചെയ്യുന്നു. ആ ഒരു മീഡിയം സൈസ്ഡ് ആയാലും അല്ലെങ്കിൽ ഒരു ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള സ്പെസിമെൻ വരുമ്പോഴത്തേക്ക് അതിനെ ഗ്രോസ് ചെയ്യുന്നു. അതിന്റെ അപ്പിയറൻസ് ഇത്ര മെഷർമെന്റ്സ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പത്തോളജിക്കൽ ആയിട്ടുള്ള നോട്ടീസബിൾ ചേഞ്ചസ് അതിനകത്തുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പത്തോളജിസ്റ്റ് നോട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ചെറിയ ചെറിയ ബിറ്റുകളാക്കി മാറ്റുന്നു. അപ്പം ബിറ്റ് ആക്കുമ്പോഴത്തേക്ക് അതിന്റെ മാക്സിമം സൈസ് എന്ന് പറയുന്ന ഒരു 4 മില്ലിമീറ്റർ അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ. 4ൽ താഴെയാണ് നമ്മൾ മോസ്റ്റ് കോമൺലി പറയുന്ന തിക്നെസ് എന്ന് പറയുന്നത്, ബിറ്റിന്റെ തിക്നെസ്. ദെൻ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് പ്രോസസ് ചെയ്യും. എന്തൊക്കെയായിരുന്നു? ഫിക്സേഷൻ, അത് കഴിഞ്ഞ് ബോണി ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണെങ്കിൽ ഡീകാൽസിഫിക്കേഷൻ, ദെൻ അതിനുശേഷം ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇംപ്രഗ്നേഷൻ, എംബഡിങ്, ദെൻ സെക്ഷനിങ്, സ്റ്റെയിനിങ്, അതാണ് വരുന്നത്. ഇപ്പൊ ടിഷ്യൂസ് എല്ലാം പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. ഫൈനൽ ഔട്ട്കം എന്താണ്? സ്റ്റെയിൻഡ് സ്ലൈഡ് ഫോർ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. ആ ഒരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് സ്ലൈഡ്സിനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് എല്ലാ ടെക്നീഷ്യൻസിനും ഉണ്ടാകുക. നമ്മൾ ആ ഒരു പ്രോസസ്സുകൾ എത്രയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. As soon as the cells or tissues are removed from the body, they begin to dice and undergo post-mortem changes. നമ്മുടെ ബോഡിയിൽ നിന്ന് ടിഷ്യൂസിനെ റിമൂവ് ചെയ്യുമ്പോൾ അതിന് പോസ്റ്റ്-മോർട്ടം ചേഞ്ചസ് സംഭവിക്കും. നമ്മൾ പറഞ്ഞില്ലേ അതിന് ബ്ലഡ് സപ്ലൈയും ന്യൂട്രിയൻസ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താണ്? അതിനകത്ത് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. മെയിൻ ആയിട്ട് എന്തൊക്കെയായിരിക്കാം? 2 തരത്തിലുള്ള ചേഞ്ചസ് ആണ് ആ ഒരു റിമൂവ് ചെയ്ത ടിഷ്യൂസിൽ സംഭവിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓട്ടോലൈസിസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്യൂട്രിഫാക്ഷൻ. What is autolysis? Autolysis അതായത് സെൽഫ് ഡിസ്ട്രക്ഷൻ പ്രോസസ് ആണ് ഓട്ടോലൈസിസിൽ ഉണ്ടാവുക. Autolysis a self-destructive process due to the release of autolytic enzyme from the dead cells. Dead cellsൽ നിന്നും ഓൾറെഡി അതിനകത്തൊക്കെ ഓട്ടോലൈറ്റിക് എൻസൈംസ്, ലൈസോസൈം പോലുള്ള എൻസൈംസ് പ്രസന്റ് ആണ്. അപ്പൊ ആ ഓട്ടോലിറ്റിക് എൻസൈംസിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ഈ സെൽസ് എല്ലാം ഡിസിന്റഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കാനായിട്ട് തുടങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് പ്യൂട്രിഫാക്ഷൻ ആണ്. പ്യൂട്രിഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണലി ഒരു ബാക്ടീരിയ വന്ന് ആ ഒരു ടിഷ്യൂസിനെ ഇൻവേഡ് ചെയ്തിട്ട് അതിനെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്നും ടിഷ്യൂസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓട്ടോലൈസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ എന്ന് പറയുന്ന ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതിനെ അവോയ്ഡ് ചെയ്യണം. അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സേറ്റീവ് സൊല്യൂഷൻസിനകത്ത് പ്ലേസ് ചെയ്യാം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിക്സേഷൻ എന്ന് പറയുന്നത്. That is, fixation is the process by which the constituents of the cells and tissues are fixed in a physical and chemical state so that they will withstand subsequent treatment with various reagents with minimum loss of architecture. Definition wise ഒത്തിരി വായിക്കാനുണ്ടെങ്കിലും അത് സിമ്പിൾ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽസിന് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സ്റ്റേറ്റിൽ ചേഞ്ചസ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ നോർമലി സെല്ല് ഇരിക്കുന്നു, അതിന്റെ നമ്മൾ ഫിക്സേറ്റീവിൽ ഇട്ടു എന്ന് കരുതിയിട്ട് അതിനെ സെൽസ് സ്വെല്ല് ചെയ്യാനോ ഷ്രിങ്ക് ചെയ്യാനോ ഒന്നും പാടില്ല. അപ്പൊ അത് ഫിസിക്കൽ സ്റ്റേറ്റിലായാലും അല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ കോമ്പോസിഷനെ ബേസ്ഡ് ആയാലും എന്ത് വേണം? അത് സ്റ്റേബിൾ ആയിട്ട് തന്നെ.
പിന്നെ നമ്മൾ ബാക്കി പ്രോസസ്സുകളൊക്കെ പറഞ്ഞു. അപ്പൊ ആ പ്രോസസ്സുകളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ചേഞ്ചസ് ഒന്നും ഉണ്ടാകാനായിട്ടും പാടില്ല. അപ്പൊ ഫിക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? The constituent of the cells and tissues are fixed in a physical and chemical state so that they will withstand subsequent treatment with various reagents with minimum loss of architecture. ആ സെൽസിന്റെ ടിഷ്യൂസിന്റെ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസിലോ ഒന്നും ചേഞ്ചസ് ഒന്നും വരാതെ അതിനെ കീപ്പ് ചെയ്യുന്ന നമ്മുടെ ലൈക്ക് മാനർ, നമ്മുടെ ബോഡിയിൽ എങ്ങനെയായിരുന്നു പ്രസന്റ് ആയിരുന്നത് അതേപോലെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിക്സേഷൻ എന്ന് പറയുന്നത്. This is achieved by exposing the tissue to chemical compounds called fixatives. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഫിക്സേഷൻ ചെയ്യുന്നത്? അതൊരു ഫിക്സേറ്റീവ് എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട്സുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഫിക്സേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പം വാട്ട് ഈസ് ദ പർപ്പസ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫിക്സേഷൻ ചെയ്യുന്നത്? ടു കീപ് ദ സെൽസ് ഇൻ ലൈക്ക് മാനർ. നമ്മുടെ ബോഡിയിൽ ഇരുന്നത് പോലെ തന്നെ സെൽസിനെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സേഷൻ എന്നുള്ള പ്രൊസീജിയർ ചെയ്യുന്നത്. ഫിക്സേറ്റീവ് ഷുഡ് ബി 15 to 20 times ദ വോളിയം ഓഫ് ദ സ്പെസിമെൻ. നമ്മൾ ലാബിൽ ഓൾറെഡി റിസീവ് ചെയ്യുന്നത് ഈ ഫിക്സേറ്റീവിനകത്ത് അല്ലെങ്കിൽ ഫോർമലിനകത്ത് ആണ് നമ്മൾ ലാബിലേക്ക് റിസീവ് ചെയ്യുന്നത്. പക്ഷെ എത്ര വോളിയം വേണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയറിലൊക്കെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുവന്നിട്ടുണ്ട്. ഫിക്സേറ്റീവ് എത്ര വേണം? 15 to 20 times. അപ്പൊ നമ്മൾ പല റേഞ്ചിലുള്ള പല സൈസിലുള്ള സ്പെസിമെൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം സ്പെസിമെൻ എത്രയാണ്, സ്മോൾ ആണെങ്കിലും മീഡിയം സൈസിലാണെങ്കിലും ഒക്കെ എത്രയാണോ സ്പെസിമെന്റെ വോളിയം അതിന്റെ ഒരു 15 to 20 times ഇരട്ടി എന്ത് വേണം? ഒരു 15 മുതൽ 20 ഇരട്ടിയോളം കൂടുതലായിട്ട് നമ്മൾ ഫിക്സേറ്റീവ് സൊല്യൂഷൻസ് യൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫിക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസിനെയാണ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കാം ഒരു ഐഡിയൽ ആയിട്ടുള്ള ഫിക്സേറ്റീവിന്റെ ക്വാളിറ്റീസ് എന്ന്? ഫസ്റ്റ് നമ്മൾ എയിം, ഫിക്സേഷന്റെ എയിം എന്താണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്തായിരിക്കണം ക്വാളിറ്റീസിനകത്ത് പറയേണ്ട ഫസ്റ്റ് പോയിന്റും അത് തന്നെയാണ്. ടു പ്രിവെന്റ് ഓട്ടോലൈസിസ് ആൻഡ് പ്യൂട്രിഫാക്ഷൻ. നമ്മൾ ഫിക്സേഷൻ ചെയ്യുന്നത് തന്നെ ഓട്ടോലൈസിസിനെയും പ്യൂട്രിഫാക്ഷനെയും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു ഐഡിയൽ ആയിട്ട് പറയുന്ന ഫിക്സേറ്റീവിന്റെ ക്വാളിറ്റി എന്തായിരിക്കണം? അത് ഈ രണ്ട് പ്രോസസ്സിനെയും പ്രിവെന്റ് ചെയ്ത് നിർത്തണം. പ്രിസർവ് സെൽസ്, ടിഷ്യൂസ് ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻ എ ലൈക്ക് മാനർ. നമ്മുടെ ബോഡിയിൽ കണ്ടിരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ മൈക്രോസ്കോപ്പിൽ എക്സാമിൻ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ പ്രസന്റ് ആയിരിക്കണം. മേക്ക് ദ സെല്ലുലാർ കമ്പോണൻസ് ഇൻസോലബിൾ ടു റിയേജന്റ് യൂസ്ഡ് ഇൻ ടിഷ്യൂ പ്രോസസിംഗ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പം ഫിക്സേഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോസസ്സിംഗിലേക്ക് ഓരോ സൊല്യൂഷൻസിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഓരോ സൊല്യൂഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസുമായിട്ടൊന്നും ഈ ടിഷ്യൂസ് സോലബിളൈസ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. ദെൻ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ആ ടിഷ്യൂസിലേക്ക് ഈവൻ ആയിട്ടും അതുപോലെ റാപ്പിഡ് ആയിട്ടും ഈ സൊല്യൂഷൻസ് പെനിട്രേറ്റ് ചെയ്യണം. പിന്നെ അത് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്ലഷി ആയിട്ടല്ലേ, അപ്പൊ നമ്മളത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് സോഫ്റ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തിന്നെ സ്ലൈസസ് ആയിട്ടുള്ള സെക്ഷൻസ് കിട്ടാൻ ആയിട്ട് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ എന്ത് വേണം? അതിനൊന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഹാർഡൻ ചെയ്യണം എന്ന് കരുതിയിട്ട് ഓവർ ഹാർഡനിങ്ങും പാടില്ല. Devitalize or inactivate infectious agents in the tissue. If any, it should not cause the shrinkage or swelling of the cells. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൈക്രോ ഓർഗാനിസം ഇൻഫെക്ഷ്യസ് ഏജന്റ് ആ ടിഷ്യൂല് പ്രസന്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ എന്ത് വേണം? ആ മൈക്രോ ഓർഗാനിസത്തെ ഇനാക്ടിവേറ്റ് ചെയ്യണം, പക്ഷെ ആ ടിഷ്യൂസിൽ തന്നെ പ്രസന്റ് ആയിരിക്കുകയും വേണം. നമ്മൾ മൈക്രോ ഓർഗാനിസം ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസിനെയൊക്കെ നമുക്ക് ടിഷ്യൂസിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷ്യസ് ഏജന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവയെ ഒന്ന് ഇനാക്ടിവേറ്റ് ചെയ്ത് നിർത്താനും കൂടി എന്ത് വേണം? നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? കുറച്ച് പോയിന്റ്സ് കൂടി ഉണ്ട്. ഐഡിയൽ ക്വാളിറ്റീസ് ഓഫ് ആൻ ഐഡിയൽ ഫിക്സേറ്റീവിനകത്ത് elements that are to be demonstrated must remain in maximum concentration and precise locations. നമ്മൾ ഒരു സെല്ലിന്റെ കോൺസെൻട്രേഷൻ, സെല്ലിന്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഓരോ പാർട്ടിക്കിൾസും ആ പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ തന്നെയായിരിക്കണം ഉണ്ടാകേണ്ടത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് സേഫ് ആയിരിക്കണം, അത് നോൺ ടോക്സിക് ആയിരിക്കണം, അലർജീസ് ഒന്നും കോസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ എക്കണോമിക്കൽ ആയിരിക്കണം, അത് അത്രത്തോളം എക്സ്പെൻസീവ് ആകാനൊന്നും പാടില്ല. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാനും റീസൈക്ലബിൾ ആയിട്ടൊക്കെ ഉള്ള ഒരു ഫിക്സേറ്റീവ് ആയിരിക്കും ഐഡിയൽ എന്ന് പറയുക. പിന്നെ അതൊരു ഐസോട്ടോണിക് ആയിരിക്കണം. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ സെയിം ടോണിസിറ്റി. അപ്പൊ നമ്മൾ ആ ഒരു ഫ്ലൂയിഡിനകത്തേക്ക് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ടിഷ്യൂസ്
ഹൈപ്പർടോണിക് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അത് ഷ്രിങ്ക് ചെയ്ത് പോകും. അതല്ല ഹൈപ്പോട്ടോണിക് ആണെന്നുണ്ടെങ്കിൽ അത് സ്വെല്ല് ചെയ്ത് പോകും. സോ അങ്ങനെ ടിഷ്യൂസ് സ്വെല്ല് ചെയ്യുകയോ ഷ്രിങ്ക് ചെയ്തോ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അനാലിസിസ് ബുദ്ധിമുട്ടായിട്ടായിരിക്കും വരിക. അതുകൊണ്ട് എന്തായിരിക്കണം, നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് ഈസ് ഐസോടോണിക് ആയിരിക്കണം. മസ്റ്റ് അലോ ലോങ് സ്റ്റോറേജ് ഓഫ് ടിഷ്യൂസ്. നമുക്ക് ടിഷ്യൂസിനെയൊക്കെ ഒരുപാട് കാലം സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കണം. നെക്സ്റ്റ് നമ്മൾ ഫിക്സേഷന്റെ ടൈപ്സ് ആണ് പറയുന്നത്. നമ്മൾ ഇതുവരെ ഫിക്സേഷൻ എന്താണെന്നും ഒരു ഐഡിയൽ ഫിക്സേറ്റീവിന്റെ ക്വാളിറ്റീസും ആണ് പറഞ്ഞത്. ദെൻ ടൈപ്സ് ഓഫ് ഫിക്സേഷൻ, എങ്ങനെയെല്ലാം നമുക്ക് ഫിക്സേഷൻ ചെയ്യാം. മെയിൻ ആയിട്ട് ഒരു 6 രീതിയാണ് നമുക്ക് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇമ്മേർഷൻ ഫിക്സേഷൻ, then perfusion fixation, vapor fixation, coating or spray fixation, freeze drying and microwave fixation. അപ്പൊ ഇമ്മേർഷൻ ഫിക്സേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇമ്മേഴ്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിനകത്തേക്ക് ഇറക്കി വെക്കുക. നമുക്ക് ടിഷ്യൂ, ഒരു പീസ് ഓഫ് ടിഷ്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, അത് ഫിക്സേറ്റീവ് സൊല്യൂഷനകത്തേക്ക് ഇട്ട് വെക്കുന്നു. അപ്പൊ ആ സൊല്യൂഷനിലേക്ക് ഇറക്കി വെച്ച് ചെയ്യുന്ന ഓരോ ഫിക്സേഷൻ രീതിയാണ് ഇമ്മേർഷൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ റുട്ടീൻ ആയിട്ട് ചെയ്യുന്ന വരുന്ന ഒരു ടെക്നിക് എന്ന് പറയുന്നത് ഈ ഒരു ഇമ്മേർഷൻ ഫിക്സേഷൻ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെർഫ്യൂഷൻ ഫിക്സേഷൻ ആണ്. അത് കോമൺ ആയിട്ട് റിസർച്ച് വർക്കിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് 10% ഫോർമോൾ സലൈൻ ആണ്. ഇപ്പൊ 10% ഫോർമാലിൻ 10% ഫോർമോൾ സലൈനും ഒന്നാണോ? അല്ല. 10% ഫോർമാലിൻ എന്ന് പറയുമ്പോൾ 10 പാർട്ട് ഫോർമാലിൻ ഇൻ വാട്ടർ ആണ്. പക്ഷെ 10% ഫോർമോൾ സലൈൻ എന്ന് പറയുമ്പോൾ 10% ഫോർമാലിൻ 10% സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് സലൈൻ സൊല്യൂഷനിലാണ്. ഇപ്പൊ 10% ഫോർമാലിൻ ഇൻ 90 പാർട്ട് സലൈൻ ആണ്. 10% ഫോർമൽ സലൈൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ പെർഫ്യൂഷൻ ഫിക്സേറ്റീവ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആ പെർഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, വലിയ ഓർഗൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തും ഫിക്സേറ്റീവ് സൊല്യൂഷൻ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തേക്ക് ഈ ഒരു സൊല്യൂഷൻ ഫിക്സേറ്റീവ് സൊല്യൂഷനെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ബ്രെയിന്, സ്പൈനൽ കോഡ് തുടങ്ങിയ ടിഷ്യൂസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെർഫ്യൂഷൻ ഫിക്സേഷൻ ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് വേപ്പർ ഫിക്സേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാൽഡിഹൈഡ്, ബ്യൂട്രാൽഡിഹൈഡ്, ഓസ്മിയം ടെട്രോക്സൈഡ് പോലുള്ള ഫിക്സേറ്റീവ്സിന്റെ വേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിക്സേഷൻ നടത്തുന്നത്. അത് ബ്ലഡ് സ്മിയേഴ്സിനൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു വേപ്പർ ഫിക്സേഷൻ നടത്തുന്നത്. നെക്സ്റ്റ് ഈസ് ദ കോട്ടിംഗ് ഓർ സ്പ്രേ ഫിക്സേഷൻ. അപ്പം കോട്ടിംഗ് അല്ലെങ്കിൽ സ്പ്രേ ഫിക്സേഷൻ നമ്മൾ കോമൺലി എംപ്ലോയിഡ് സൈറ്റോളജിയിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു ഡ്യുവൽ ആക്ഷൻ ആണ്. ഈ ഒരു കോട്ടിംഗ് ഫിക്സേറ്റീവിന് 2 പർപ്പസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, അതൊരു ഫിക്സേറ്റീവ് ആണ്. നമ്മൾ സ്മിയറിനെ ഫിക്സ് ചെയ്ത് നിർത്തുന്നു. അതുപോലെ തന്നെ അതിന് ഒരു ലെയർ, ഒരു നമ്മുടെ ആ സ്മിയറിന്റെ ഒക്കെ മുകളിൽ ഒരു ലെയർ ആയിട്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡിസ്റ്റന്റ് ലബോറട്ടറിയിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഇത് സൈറ്റോളജിയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഡിസ്റ്റന്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന 10% ഫോർമാലിനാണ്. അത് നമ്മൾ കോപ്ലിൻ ജാറിനകത്തൊക്കെ എടുത്തിട്ട് ഈ സ്ലൈഡ്സ് ഒക്കെ ഇട്ടിട്ട് ദൂരേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് എന്താ, അത് ലീക്ക് ചെയ്ത് പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈസി ഓഫ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോട്ടിംഗ് ഫിക്സേറ്റീവ് അല്ലെങ്കിൽ സ്പ്രേ ഫിക്സേറ്റീവ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കാർബോവാക്സ് അല്ലെങ്കിൽ ഡയാഫൈൻ ആണ്. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് PSCയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലാണ് നമ്മളിത് സ്പ്രേ ചെയ്യേണ്ടത് എന്നുള്ളത്. 10 to 12 ഇഞ്ച് ഡിസ്റ്റൻസ് ഓർ 25 to 30 സെന്റിമീറ്റർ. നമ്മൾ 10 to 12 ഇഞ്ചസ് എന്ന് പറഞ്ഞ് മാത്രം കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഓപ്ഷനകത്ത് വരുന്ന 10 to 12 സെന്റിമീറ്റേഴ്സ് എന്ന് വരാം. അതുകൊണ്ട് നമ്മൾ ഇഞ്ചസിലും സെന്റിമീറ്റർ ബോത്ത് രണ്ട് ഇതും നമ്മൾ എന്ത് വേണം, ബൈഹേർട്ട് ആക്കി വെക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്, മുന്നത്തെ ഇയറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡിസ്റ്റൻസ് എത്രയാണ്, 10 to 12 ഇഞ്ചസ് ഓർ 25 to 30 സെന്റിമീറ്റേഴ്സ്. അടുത്ത മെത്തേഡ് പറയുന്നത് ഫ്രീസ് ഡ്രൈയിങ് ആണ്. റാപ്പിഡ് ഫ്രീസിംഗ് ഓഫ് ടിഷ്യൂ അറ്റ് -160 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ പെട്ടെന്ന് തന്നെ ടിഷ്യൂസിനെ റിമൂവ് ചെയ്ത് ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, -ഡിഗ്രിയിലേക്ക് ഫ്രീസ് ചെയ്യുന്നു. അതിന് നമ്മൾ ലിക്വിഡ് നൈട്രജൻ പോലുള്ള സബ്സ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് നമ്മൾ അപ്പം റാപ്പിഡ് ആയിട്ട് ഫ്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ നമ്മുടെ ടിഷ്യൂസിൽ ഓൾറെഡി പ്രസന്റ് ആയിരിക്കുന്ന വാട്ടർ മോളിക്യൂളൊക്കെ ഐസ് ആയിട്ട് മാറുന്നു. പിന്നെ നമ്മൾ ക്വെഞ്ചിങ് ചെയ്യുന്നു, അതായത് സബ്സിക്വന്റ് റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ദ ഫോം ഓഫ് ഐസ് ബൈ സബ്ലിമേഷൻ ഇൻ എ വാക്വം അറ്റ് ഹയർ ടെമ്പറേച്ചർ. നമ്മൾ -160 വരെ കൊണ്ടുപോയിട്ട് പിന്നീട് ടെമ്പറേച്ചർ കൂട്ടി വന്നിട്ട് സബ്ലിമേഷൻ, അതായത് ഡയറക്റ്റ് ഐസിൽ നിന്നും വേപ്പേഴ്സ് ആയിട്ട് വാട്ടർ മോളിക്യൂൾസിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ് മൈക്രോവേവ് ഫിക്സേഷൻ. അപ്പം നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, മൈക്രോവേവ് ഹീറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഡിഫ്യൂഷൻ ആക്സിലറേറ്റ് ചെയ്യും, അതുവഴി ഫിക്സേഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇപ്പൊ നോർമലി നമ്മളൊരു ടിഷ്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 hours ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്രോവേവ് ഫിക്സേഷൻ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 12 hours എന്നുള്ളത് ഒരു ലെസ് ദാൻ 20 minutes മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ ആ മൈക്രോവേവ് ഹീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിഫ്യൂഷൻ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഫിക്സേഷൻ ഈസി ആയിട്ട് നടക്കുകയും ആ ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മൈക്രോവേവ് ഫിക്സേഷൻ പ്രിസർവ്സ് ടിഷ്യൂ ആന്റിജൻ ബെറ്റർ ദാൻ റുട്ടീൻ മെത്തേഡ്സ് ഓഫ് ഫിക്സേഷൻ. നമ്മൾ റുട്ടീൻ ആയിട്ട് ചെയ്യുന്ന ഫിക്സേഷൻ മെത്തേഡ്സിനെ അപേക്ഷിച്ച് ടിഷ്യൂസിലെ ആന്റിജൻസിനെയൊക്കെ ബെറ്റർ ആയിട്ട് പ്രിസർവ് ചെയ്യാനായിട്ട് ഈ ഒരു മൈക്രോവേവ് ഫിക്സേഷനിലൂടെ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് 6 മെത്തേഡ് ആയിരുന്നു. ഇമ്മേർഷൻ ഫിക്സേഷൻ, പെർഫ്യൂഷൻ ഫിക്സേഷൻ, ഫ്രീസ് ഡ്രൈയിങ്, കോട്ടിംഗ് ഓർ വേപ്പർ ഫിക്സേഷൻ ആൻഡ് മൈക്രോവേവ് ഫിക്സേഷൻ. ഇനി നമുക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലൊക്കെ ആസ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഇസ് ദ ഐഡിയൽ തിക്നെസ് ഓഫ് ദ ടിഷ്യൂ ബിറ്റ്സ് ഫോർ പ്രോസസിംഗ്. നമ്മൾ ഐഡിയൽ ഒരു ബിറ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഐഡിയൽ തിക്നെസ് എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 3 to 5 micrometer, 30 to 50 millimeter, 3 to 5 millimeter and 3 to 5 centimeter. നമ്മൾ ഏതെങ്കിലും ഒരു റേഞ്ച് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് ആ ഒരു നമ്പർ മാത്രം നോട്ട് ചെയ്യാതെ അതിന്റെ യൂണിറ്റും കൂടി നോട്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ ഇവിടെ തന്നെ നോക്ക്, 3 to 5 എന്നുള്ളത് മൈക്രോമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്, മില്ലിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്, സെന്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 3 to 5 എന്നുള്ള റേഞ്ച് മാത്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സാം ടൈമിൽ നമുക്ക് കൺഫ്യൂഷൻ ആകാം. സോ എന്തായിരിക്കും ഐഡിയൽ തിക്നെസ്? നമ്മളൊരു ബിറ്റ് എടുക്കുന്നതിന്റെ ഐഡിയൽ തിക്നെസ് എന്താണ്? 3 to 5 millimeter. 3 to 5 millimeterലുള്ള, അല്ലെങ്കിൽ ലെസ് ദാൻ 4 എന്നാണ് ഐഡിയലി പറയുന്നത്. അപ്പൊ 3 to 5 millimeter തിക്നെസ്സിലുള്ള ബിറ്റ് ആണ് നമ്മൾ പ്രോസസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Second question, saturated formaldehyde solution in water is of dash percentage? 10%, 20, 30 and 40. അപ്പം സാച്ചുറേറ്റഡ് ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40% ആണ് സാച്ചുറേറ്റഡ് ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. Which of the following is or are the qualities of an ideal fixative? താഴെ പറയുന്നവയിൽ ഏതാണ് ഐഡിയൽ ഫിക്സേറ്റീവിന്റെ ക്വാളിറ്റീസ് ആയിട്ട് പറയുന്നത്? ഓപ്ഷൻ എ റാപ്പിഡ് ഇൻആക്ഷൻ, ഓപ്ഷൻ ബി പെനിട്രേറ്റ്സ് ടിഷ്യൂ ക്വിക്ലി, ഓപ്ഷൻ സി ഐസോട്ടോണിക്, ഓപ്ഷൻ ഡി ഓൾ ദി അബവ്. അപ്പൊ നമ്മൾ ഐഡിയൽ ഫിക്സേറ്റീവിന്റെ ക്വാളിറ്റീസ് ഒരുപാട് പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ടിഷ്യൂസിനെ ഫിക്സേറ്റീവ് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് അത് റാപ്പിഡ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്യണം, ഈവൻ ആയിട്ട് പെനിട്രേറ്റ് ചെയ്യണം. അങ്ങനെ ആ സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാകാനുള്ള പാടില്ല, അത് ഫർദർ ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിനെ ഒന്നും അഫക്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും വരുന്നത്? റാപ്പിഡ് ഇൻ ആക്ഷൻ, അത് ഓക്കെയാണ്. പെനിട്രേറ്റ്സ് ടിഷ്യൂ ക്വിക്ലി, അത് ഐഡിയൽ ഫിക്സേറ്റീവിന്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാം. ഐസോട്ടോണിക് ആയിരിക്കണം. അപ്പം 3 ഓപ്ഷൻസും ഈ ഒരു ക്വസ്റ്റ്യന് മാച്ച് ആണ്. സോ ദ ആൻസർ ഈസ് ഓൾ ദി എബോവ്. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡിയലി ഫോർമാലിൻ ആസ് ഫിക്സേറ്റീവ് ഷുഡ് ബി. നമ്മൾ ഫോർമാലിൻ ഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നു പറയുന്നു. അപ്പൊ എന്താണ് ആ ഒരു പെർസെന്റേജ് എത്രയാണ്? 10%, 20%, 40%, 100%. നമ്മൾ മോസ്റ്റ് റൂട്ടീനിൽ യൂസ് ചെയ്യുന്ന ഫിക്സേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 10% ഫോർമാലിൻ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ മിനിമം വോളിയം ഓഫ് ഫിക്സേറ്റീവ് ഫോർ അഡിക്വേറ്റ് ഫിക്സേഷൻ ഓഫ് ടിഷ്യൂ? നമ്മളൊരു ടിഷ്യൂനെ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഫിക്സേറ്റീവ്, ആ വോളിയം എത്രയാണ് എന്നാണ് പറയുന്നത്. ടിഷ്യൂവിന്റെ 2 times ആണ്, 20 times ആണ്, 50 times ആണ്, 100 times ആണ്. എന്താണ് ആൻസർ? നമ്മൾ 15 to 20 times ആണ് ടിഷ്യൂവിന്റെ 15 to 20 times വോളിയം ഫിക്സേറ്റീവ് വേണം എന്ന് പറഞ്ഞു. അപ്പം ഓപ്ഷൻ അനുസരിച്ചിട്ട് ഇവിടുത്തെ ആൻസർ എന്തായിട്ടാണ് വരുന്നത്? ഓപ്ഷൻ ബി 20 times.
നെക്സ്റ്റ് മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് നോർമൽ ടിഷ്യൂ ഓഫ് ദ ബോഡി. നോർമൽ ആയിട്ടുള്ള ടിഷ്യൂവിന്റെ മൈക്രോസ്കോപ്പിക് സ്റ്റഡിയെ എന്തെന്ന് പറയാം? ഹിസ്റ്റോപെത്തോളജി ആണോ, ഹിസ്റ്റോളജി ആണോ, സൈറ്റോളജി ആണോ, പെത്തോളജി ആണോ? എന്താണ് നോർമൽ ടിഷ്യൂസ് എന്നാണ് ഇവിടെ ചോദിച്ചത്. സോ നോർമൽ ടിഷ്യൂസിന്റെ മൈക്രോസ്കോപ്പിക് സ്റ്റഡിയെ നമുക്ക് എന്തെന്ന് പറയാം? ഹിസ്റ്റോളജി. അതേസമയം മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് പത്തോളജിക്കൽ കണ്ടീഷൻ ഓഫ് എ ടിഷ്യൂ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസീസ്ഡ് ടിഷ്യൂ എന്നാണ് ചോദിച്ചിരുന്നെന്നുണ്ടെങ്കിൽ എന്തായിരുന്നേനെ ആൻസർ? ഹിസ്റ്റോപത്തോളജി ആയിരുന്നേനെ. ഇവിടെ നോർമൽ ടിഷ്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഹിസ്റ്റോളജി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റെപ്സ് ഇൻ ഓട്ടോമേറ്റഡ് ടിഷ്യൂ പ്രോസസർ ആർ ഓൾ എക്സെപ്റ്റ് ക്ലിയറിംഗ്, ഓപ്ഷൻ ബി ഡീഹൈഡ്രേഷൻ, ഓപ്ഷൻ സി എംബഡിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഇംപ്രഗ്നേഷൻ. എന്താണ് ഈ ഒരു ഓട്ടോമാറ്റിക് ടിഷ്യൂ പ്രോസസറിനകത്ത് വരാത്ത സ്റ്റെപ്പ്? നമ്മൾ ടിഷ്യൂ പ്രോസസ്സിംഗിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ് ആൻഡ് ഇംപ്രഗ്നേഷൻ. ഡീഹൈഡ്രേഷനും ക്ലിയറിംഗും ഇംപ്രഗ്നേഷനുമാണ് ടിഷ്യൂ പ്രോസസറിൽ ചെയ്യുന്നത്. അപ്പം ആ ഒരു ടിഷ്യൂ പ്രോസസ്സിംഗ് അല്ലാതെ എംബഡിംഗ് നമ്മൾ സെപ്പറേറ്റ് ലോക്കാർഡ് എൽ ബ്ലോക്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മോൾഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ചെയ്യുന്നത്. അപ്പം ഓട്ടോമാറ്റിക് ടിഷ്യൂ പ്രോസസറിൽ വരാത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എംബഡിംഗ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, എംബഡിംഗ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോട്ടിംഗ് ഫിക്സേറ്റീവ് ആർ യൂഷ്വലി സ്പ്രെഡ് ഓവർ ദ സ്മിയർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്. നമ്മൾ കോട്ടിംഗ് ഫിക്സേറ്റീവ് സ്പ്രേ ചെയ്യുന്നത് സ്ലൈഡിൽ നിന്നും എത്ര ദൂരെ ആയിട്ടാണ്? ഓപ്ഷൻ എ 25 to 30 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 10 to 12 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 5 to 10 സെന്റിമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി 3 to 6 സെന്റിമീറ്റർ. എത്രയായിരുന്നു നമ്മൾ ഡിസ്റ്റൻസ് പറഞ്ഞിരുന്നത്? 25 to 30 സെന്റിമീറ്റർ ആണ് നമ്മൾ കോട്ടിംഗ് ഫിക്സേറ്റീവ് സ്പ്രേ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മള് ഹിസ്റ്റോപത്തോളജിയിലെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഓരോ സ്റ്റെപ്സിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.